ഹലോ, നമ്മളിന്നൊരു അടിപൊളി ഗ്രിൽഡ് പ്രോൺസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. തവയിലാണ് ഞാൻ ഈ ചെമ്മീൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി നല്ല പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 6 ചെറിയുള്ളി എടുത്ത് ചതച്ചിട്ടുണ്ട്. ഇതിൻ്റെ നീര് മാത്രം ഇങ്ങനെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ചതച്ചതാണിത്. അതിൻ്റെ നീരും ഇതുപോലെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഇഞ്ചി. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീരും 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ മാരിനേഷൻ. ഇനി നമുക്കിത് ചെമ്മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ചെമ്മീൻ ഞാനിവിടെ 3 എണ്ണം മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഷെല്ലോട് കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഈ ഷെല്ലിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിലൂടെയാണ് ഇതിൻ്റെ വെയിനൊക്കെ മാറ്റി ഉൾഭാഗമൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. ബാക്കി 2 എണ്ണം നമുക്ക് ഷെല്ല് ഒഴിവാക്കിയിട്ട് എടുക്കാം. പിന്നെ ഞാനിവിടെ തലയില്ലാതെയും ഇങ്ങനെ ചെമ്മീൻ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല നമുക്ക് ഓരോന്നിലേക്കും മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. വിരൽ ഈ ഷെല്ലിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലാ സൈഡിലേക്കും ഇതുപോലെ മസാല എത്തണം. ബാക്കി 2 ചെമ്മീനും ഇതിൻ്റെ അത്ര സൈസില്ല. അത് നമുക്ക് ഷെല്ല് ഒഴിവാക്കിയിട്ട് തലയും വാലും അവിടെ തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ഷെല്ലെല്ലാം ഒഴിവാക്കിയിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബൗളിൽ ഇരിക്കുന്ന തലയൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് വെച്ച ചെമ്മീനിലേക്ക് ഈ മസാല ചേർത്ത് കൊടുത്ത് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഈർക്കിൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാംബു സ്റ്റിക്ക് കൊണ്ടൊക്കെ ഇങ്ങനെ കുത്തിയെടുക്കാം. ഈ ചെമ്മീൻ്റെ തലയിലൂടെ ഇങ്ങനെ കുത്തിയെടുത്ത് വാലിൻ്റെ അറ്റത്തുനിന്ന് സ്റ്റിക്ക് പുറത്തേക്ക് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പൊട്ടാതെ ചെയ്യാം. ഇനി നമ്മൾ തലയില്ലാതെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇതുപോലെ സ്റ്റിക്കിൽ കോർത്തെടുക്കാം. അതൊരു 2 സ്റ്റിക്കിലായിട്ട് മുഴുവൻ ചെമ്മീനും നമുക്ക് കോർത്തെടുക്കാം. അതും ഒരറ്റത്തുനിന്ന് കുത്തി മറ്റേ അറ്റത്തുനിന്ന് ഇതുപോലെ എടുക്കാം. ഇനി ഇത് നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഓയിൽ എല്ലാ സൈഡിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റിക്കിൽ കോർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ലോ ഫ്ലെയിം എന്ന് വെച്ചാൽ ഭയങ്കര ലോ ഫ്ലെയിം അല്ല, ലോ ടു മീഡിയം ഫ്ലെയിം. ആ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഓരോ സൈഡും 10 മിനിറ്റ് വീതം ഇത് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റും കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ വീണ്ടും 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് 2 സൈഡും. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഗീ റൈസ് പ്ലേറ്റിൽ എന്നിട്ട് കുറച്ച് ചിക്കൻ കറി ഇട്ടു. ഓക്കെ, പൊട്ടാത്തുണ്ടോ അല്ലേ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അത് ചെമ്മീന് എടുത്തിട്ട് കുട്ടീന് അടിപൊളിയുണ്ട് അല്ലേ? നീ കുറച്ച് ചോറിൻ്റെ കൂടെ കുറച്ച് കഴിച്ചു നോക്കാം അല്ലേ? അങ്ങനെ നമ്മൾ ചെറിയൊരു പീസ് ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചോറിൻ്റെ കൂടെ കുഴച്ച് ഇങ്ങനെ എടുത്തിട്ട് നോക്കൂ. ഞാൻ കഴിക്കുന്നു നോക്കട്ടോ.
താൻ വെക്കണം നോക്കിയേ. ഞാനത് പ്രോൺസിലിട്ട് പൊട്ടാറ്റോ വേണം. ഓക്കെ, പൊട്ടാറ്റോ എടുത്ത് താൻ്റെ കൈ തരാം. അയ്യോ, ബാബ വാരി വാരി ബാബ തരാം. ടേസ്റ്റ് നോക്കി എന്നിട്ട് കൈ കഴിക്കാം. ഇത് ശരിക്കും ഇതിൻ്റെ ഇറച്ചി അടിപൊളി നല്ല വെന്തിട്ടുണ്ട്. ഇതിൽ ഈ മസാല ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് എന്തിനാ കൈ കഴുകുന്നത്? കയ്യിൽ വെച്ച് കഴിക്കാൻ. ഓക്കെ, എടുക്കല്ലേ കാരണം കാണിക്ക് ഏതാ വേണ്ടത്? ഏതാ വേണ്ടതില്ലേ? ഇത് മതിയോ? ഇത് വേണ്ട? ഓക്കെ, അപ്പൊ ഇത് നോക്കല്ലേ ടേസ്റ്റ്. പീസ് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ചോറിൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് പൊട്ടാറ്റോ ഇവിടെ പൊട്ടാറ്റോ ഉണ്ട്. ഏതായാലും പൊട്ടാറ്റോ ആണോ? അപ്പോൾ ചെമ്മീൻ പൊട്ടാറ്റോ കയ്യിൽ തരട്ടോ. സൂപ്പറാ. ഇനി ബാബ കഴിക്കട്ടെ. ഇതിൽ ഇങ്ങനെ എടുത്തിട്ടാ കഴിക്കണം കേട്ടോ. ഇതിങ്ങനെ കണ്ടില്ലേ അതിൻ്റെ ഇറച്ചി അടിപൊളിയായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതിന് കുറച്ച് പണിയുണ്ട് എനിക്ക്, അല്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. മസാല ഒക്കെ നല്ല പിടിച്ച് നല്ല വേവുണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക. ബൈ. കഴിക്കാം.